എന്താ എല്ലാവരും വന്നില്ലേ? ജ്യോതി എവിടെ? കുറെ നാളായല്ലോ ജ്യോതിയെ കണ്ടിട്ട്. എന്താ ടീച്ചറെ, അവിടെ കല്യാണമാണ്. അവിടെ അച്ഛൻ എന്റെ വീട്ടിൽ വന്നിട്ട് കല്യാണം പറയാം. കല്യാണമോ? പഠിച്ചു കഴിയാതെയോ? അനാമിക, നീ എന്തായാലും എന്നോട് പറയാതിരുന്നത്? ടീച്ചറെ, അത് അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അവരോട് പറയരുതെന്ന്. എന്നാ ഞാൻ അവരുടെ വീട് വരെ ഒന്ന് പോവാം. എനിക്ക് ബുക്ക് എടുക്കൂ. അയ്യോ, ബെല്ലടിച്ചല്ലോ. ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോകട്ടെ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. അവളുടെ അച്ഛനും അമ്മയും എന്നെ എന്തെങ്കിലും ചെയ്യുമോ, ദേഷ്യപ്പെടുമോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവര് ദുഷ്ടന്മാരാണോ? അയ്യോ, അവരെ കാണുമ്പോ തന്നെ പേടിയാ. എന്താ കണ്ണു മറിച്ച ശബ്ദവും. അയ്യോ, ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. അവളെ ഒരു റൂമിൽ പൂട്ടിയിട്ടു. അയ്യോ, പാവം ജ്യോതി, അവളെ എത്ര വിഷമിച്ചിട്ടുണ്ടാവും. സ്കൂൾ വിട്ട് നമുക്ക് പോവാം. ജ്യോതിയുടെ വീടല്ലേ? ഇവർ ജ്യോതിയുടെ അമ്മയല്ലേ? ആരാ? എന്ത് വേണം? ഞാൻ ജ്യോതിയുടെ ടീച്ചറാണ്. ജ്യോതിയെ കുറച്ച് നാളായി സ്കൂളിലേക്ക് കാണുന്നില്ല. അവൾ ഈ സ്കൂളിലേക്ക് വരുന്നില്ല. പഠിച്ചു നിർത്തും. പഠിപ്പ് നിർത്താനോ? ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാതെ എങ്ങനെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പേടിക്കണ്ട. പേടിയോ? എന്തിന്? ഒരു പൗരന്റെ അവകാശമാണ് വിദ്യാഭ്യാസം. അത് നിഷേധിക്കുന്നത് നിങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി. നിങ്ങൾക്ക് അത്ര ധൈര്യമോ? എന്ത് വിദ്യാർത്ഥിയുടെ ഭാവി എന്റെ കൈകളിലാണ്. വിദ്യാഭ്യാസം നിശ്ചയിച്ചത് പോരാഞ്ഞ് അവളെ ശൈശവമാക്കി ധരിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ജ്യോതി, നിന്നെ നിന്റെ അച്ഛനെ ഉപദ്രവിച്ചോ? നിന്നെ തല്ലിയോ? അവരെന്താണ് നിന്നോട് പറഞ്ഞത്? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ആരിത്? ജ്യോതിയോ? എന്റെ വീട്ടുകാരെന്ത് പറഞ്ഞു? ടീച്ചർ അവരെ തുടർന്ന് പഠിപ്പിക്കാമെന്ന്. ജോലി ആയിട്ട് കല്യാണം കഴിക്കുന്നത്. ജീവിത പങ്കാളിയെ നമുക്ക് പിന്നീട് കണ്ടെത്താം. ഒരു കുട്ടിക്ക് ആദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണ്. അത് കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ജോലിയും. ഒരു കുട്ടികളെ കൗമാരക്കാരും പഠിച്ചു പഠിക്കാം.